അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വർത്താനം? റാഹത്തല്ലേ? സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ. നമ്മൾ നിലകൊള്ളുന്നത് വെള്ളിയാഴ്ച രാവാണല്ലേ? പറയേണ്ടതില്ലല്ലോ. വളരെയേറെ ശ്രേഷ്ഠതയുള്ള രാവിലെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. മുഹറമിലെ വളരെ പ്രധാനപ്പെട്ട ദിവസമായിട്ടുള്ള ആഷൂറയിൻ്റെ രാവും വെള്ളിയാഴ്ച രാവും എല്ലാം കൂടെ ഒരുമിച്ച് പടച്ച റബ്ബ് നമുക്ക് അനുഗ്രഹമായിട്ട് നിഅമത്തായിട്ട് മിന്നത്തായിട്ട് തന്ന ഒരു വളരെ പ്രധാനപ്പെട്ട രാവായിരുന്നു അല്ലേ? എന്താണെങ്കിലും അൽഹംദുലില്ലാ, അല്ലാഹ് കബൂലാക്കട്ടെ. ഈ ഒരു വെള്ളിയാഴ്ച രാവിലെ ഒരു സ്പെഷ്യൽ ഇസ്മ നിങ്ങൾക്ക് പറഞ്ഞു തന്നാലോ? മേ ബി നിങ്ങൾക്ക് അറിയുന്ന ഒരു ഇസ്മാകും. നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് പരിചയപ്പെടുത്തിയ, ഒരുപാട് ഫലങ്ങൾ പറഞ്ഞ, അനുഭവങ്ങൾ സമ്മാനിച്ച ഒരുപാട് ആളുകളുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞ ഒരു ഇസ്മാണ്. ഏതാണേലും ഈ ഇസ്മ ഒന്നും കൂടെ പരിചയപ്പെടുത്തുകയാണ്, ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എണ്ണത്തോടു കൂടെ. ഈ സ്പെഷ്യൽ എണ്ണം നമ്മൾ ഈ പറയുന്ന നിയ്യത്തുകളിൽ ചൊല്ലാൻ തയ്യാറാണെങ്കിൽ തീരാത്ത പ്രശ്നങ്ങളില്ല, നടക്കാത്ത ആഗ്രഹങ്ങളില്ല, നേടാൻ കഴിയാത്ത ലക്ഷ്യങ്ങളുമില്ല. അത്ര പറഞ്ഞാൽ പോരെ. ബാക്കി നിങ്ങൾക്ക് ഊഹിച്ചൂടെ എത്രത്തോളം എഫക്റ്റീവാണ്, എത്രത്തോളം ഫ്രൂട്ട്ഫുള്ളാണ്, യൂസ്ഫുള്ളാണ് ഈ ഇസ്മി എന്നുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്. ഏതാണെങ്കിലും കൂടുതൽ നീട്ടി വലിച്ച് പറയാണ്ട് നേരെ ഇസ്മിലേക്ക് കിടക്കുക. യാ ലത്തീഫു, യാ ലത്തീഫു അള്ളാഹിൻ്റെ ഇസ്മാണ് അല്ലേ? അറിയാത്തവരില്ല. വലിയ ഫലങ്ങൾ, വലിയ ചേഞ്ചസുകൾ, വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ പവറുള്ള ഒരത്ഭുത ഇസ്മ. മഹാന്മാർ പോലും എത്രത്തോളം ഫലങ്ങളാണ്, എത്രത്തോളം ഗുണങ്ങളാണ് അറിയോ ഈ ഇസ്മിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഇസ്മ നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു പാർട്ടാക്കിയിട്ട്, അല്ലെങ്കിൽ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയിട്ട് നമുക്ക് മരണം വരെ കൊണ്ട് നടക്കാൻ കഴിഞ്ഞാലേ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള, നമ്മുടെ രോഗങ്ങൾക്കുള്ള ശിഫ, പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം, കടങ്ങൾ തീർക്കാനുള്ള വഴികൾ, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഹൈറായ ഒരു ജോലി, ഇങ്ങനെ എന്തൊക്കെ നടക്കാത്ത, നമുക്കൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ അതൊക്കെ പടച്ച റബ്ബ് തരും എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേക എണ്ണമുണ്ട്, അതിലാണ് കാര്യം. മറ്റൊരു കാര്യമില്ല എന്നല്ല കേട്ടോ പറയുന്നത്. എന്താണെങ്കിലും ഓരോന്നിനും ഒരു പ്രത്യേക എണ്ണ ഉണ്ടാവുമല്ലോ, അതിലൊരു സ്പെഷ്യൽ സീക്രട്ട്, അതിൽ ഒരു സ്പെഷ്യൽ സിർറ് പടച്ച റബ്ബ് ഒളിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. എന്താണെങ്കിലും അങ്ങനെയുള്ള ഈ ഇസ്മിൻ്റെ ഒരെണ്ണമാണ് 16,641. എത്ര? 16,641 പ്രാവശ്യം ഈ ഇസ്മ നമ്മൾ പ്രത്യേക ലക്ഷ്യത്തോടു കൂടെ ചൊല്ലിയാളേ ഇൻഷാ അല്ലാഹ്. രോഗികളാണോ, ആ രോഗികൾക്ക് ശിഫ പടച്ച റബ്ബ് കൊടുക്കും. ഗർഭിണികളാണോ, അവർക്ക് സുഖപ്രസവം പടച്ചവൻ കൊടുക്കും. പ്രത്യേക കാര്യങ്ങൾ നമുക്കുണ്ട്, അല്ലെങ്കിൽ പ്രത്യേക ഉദ്ദേശങ്ങളുണ്ടോ, ആ ഉദ്ദേശങ്ങൾ പടച്ച റബ്ബ് അങ്ങോട്ട് എന്താ പറയുക നേടിക്കൊടുക്കും, അല്ലെങ്കിൽ ആ ആഗ്രഹങ്ങളിലേക്ക്, ലക്ഷ്യങ്ങളിലേക്ക് പടച്ച റബ്ബ് എത്തിക്കും. അതുപോലെ തന്നെ നമ്മുടെ കച്ചവട ചരക്ക്, നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് ഒരുപാട് എന്താ പറയുക പ്രൊഡക്റ്റുകളൊക്കെ വിൽക്കപ്പെടാണ്ടാവുമല്ലോ. അങ്ങനെ നമ്മുടെ ചരക്കുകൾ വിൽക്കപ്പെടാൻ വേണ്ടിയിട്ട്, അതൊക്കെ സെല്ലൗട്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലിയാൽ അതും പടച്ച റബ്ബ് നേടിത്തരും. ബിസിനസ് ഉയർച്ചയിലെത്താനാണ്, അതും പടച്ച റബ്ബ് തരും. അൾട്ടിമേറ്റ് നമ്മുടെ ആഗ്രഹമായിട്ടുള്ള ഉഹ്റവിയായിട്ടുള്ള വിജയമാണോ, അതും പടച്ച റബ്ബ് തരും. ചുരുക്കി പറഞ്ഞാൽ ഒക്കെ തരും. വിശ്വാസത്തോടു കൂടെ ചൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പുണ്യ രാവിലെ നമ്മൾ നല്ല ഉറച്ച തീരുമാനം എടുക്കുക, ഈ ഒരു ഇസ്മ ഡെയിലി ഞാൻ ചൊല്ലും, പതിവാക്കും എന്നുള്ളത്. പതിവാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്കതിൻ്റെ മാറ്റങ്ങൾ അറിയാനും കഴിയുന്നുണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. നിങ്ങളെ വിലയേറിയ ദുആകളിൽ ഉൾപ്പെടുത്തണേ ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.